ഒരു ദിവസം സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. വന്ദനം സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ജസ്വിൻ ജോർജിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം DJM മ്യൂസിക് ടീമിൻ്റെ അവരുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മളിവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള മറ്റു സ്ഥലങ്ങളിലും ഞാൻ അറിഞ്ഞിടത്തോളം ഇതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടവർ ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചടങ്ങ്. ഇന്ന് നമ്മുടെ വളരെ അവിചാരിതമായിട്ടാണ് സാർ ഇവിടെ എത്തിയിട്ടുള്ളത്. 10 ദിവസത്തേക്കുള്ള ലീവിനാണെന്ന് പറഞ്ഞാണ് അന്ന് സാർ വന്നത്. അപ്പോൾ ഇത് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരെയും ഒരു ആഗ്രഹം, മനസ്സിനാഗ്രഹം പോലെ തന്നെ അദ്ദേഹം നമുക്ക് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ അവസാനം വളരെ ബഹുമാനപൂർവ്വം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ആശംസകളാണ് ബ്രദർ സാംസൺ F ഡയറക്ടർക്ക് വളരെ സ്നേഹനിർഭരമായ ആശംസ. സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത ഫാദർ ജോജി കാഞ്ഞുകാരനാണ്. നമ്മുടെ സ്മൈൽ വില്ലേജ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് വെട്ടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം. 2 ദിവസം മുമ്പ് ഈ കഴിഞ്ഞ 3-ാം തീയതി ചെറിയൊരു സംഭവം നടന്നായിരുന്നു വെട്ടിക്കുഴിയിൽ. ആ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരുത്തൻ അവൻ്റെ ബാധിൻ്റെ രാവെന്ന പകലെന്ന വ്യത്യാസമില്ലാതെ എപ്പോഴും ഈ സ്ഥാപനത്തിനെ പറ്റിയുള്ള ചിന്തകളും ഇതിൻ്റെ പ്രവർത്തന രീതികളുമായി കണ്ണിൽ എണ്ണയൊഴിച്ച് ഞങ്ങളെല്ലാവരെയും, അപ്പച്ചന്മാരെയും അമ്മച്ചമാരെയും സ്റ്റാഫുകളെയും സംരക്ഷിക്കുന്ന സാറാണ് ഐബ് സാർ, മറ്റേ സായി സാറെ ഞാൻ വളരെ സ്നേഹപൂർവ്വം നമുക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യപ്രഭാഷണത്തിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക്. കൊടിയിൽ വികാരിച്ചായിരിക്കുന്ന സമയത്താണ് ജസ്മിനും അതുപോലെ തന്നെ ദേവസ്വട്ടിയേട്ടൻ, അതുപോലെ മോൺസൺ ചേട്ടൻ ഇവർ ഇങ്ങനെയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചായപ്പുഴയിൽ ഞാൻ വികാരിയായിരിക്കുന്ന സമയത്താണ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത് ഇന്ന് ഒരുപാട് ഇതുപോലെ എന്താ പറയുക, ആരും നോക്കാനില്ലാത്ത അപ്പച്ചന്മാരമ്മച്ചമാരുടെ സ്ഥാപനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ പ്രതിനിധികൾ, സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഒരു ഔട്ട്സൈഡിൽ നിന്ന് ഒരു പ്രോഗ്രാം, ഒരു മ്യൂസിക്, നമുക്കറിയാവുന്ന മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും അധികം ആനന്ദം നൽകുന്നതും അവരൊക്കെ ജീവിതത്തിൽ വളരെ മനസ്സിനും ഹൃദയത്തിനും ഒക്കെ വളരെ കുളിർമ നൽകുന്നതും നമുക്കറിയാം. മ്യൂസിക്കിന് വളരെ വലിയൊരു പങ്കുണ്ട്, സംഗീതത്തിന്. അവരുടെ ഒരു വിലപ്പെട്ട സമയം നമുക്കറിയാം. മനുഷ്യൻ്റെ ജീവിതത്തിൽ സമയം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ വലിയൊരു ഗിഫ്റ്റാണ് സമയം, ടൈം. ആ ടൈമിൽ അവരുടെ ആ സമയം ഇതുപോലെ ചാരിറ്റി ഹോമുകൾ, അതുപോലെ ഓർഫനേജസ് ആണെങ്കിലും ആരും നോക്കാനില്ലാത്ത നമ്മുടെ അപ്പച്ചമാരമ്മച്ചമാരുടെ അടുത്തേക്കൊക്കെ വന്ന് അവരുടെ കൂടെ സന്തോഷിക്കുക, അവരുടെ കൂടെ സംഗീതത്തിലൂടെ അവരെ മനസ്സിനെ ഹൃദയത്തേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിക്കും ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദൈവീകമായൊരു പ്രവൃത്തിയാണ്. ആക്ട് ഓഫ് ഗാഡ് എന്ന് ഞാൻ പറയും. ദൈവീകമായൊരു പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ്. കേട്ടതെന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. എല്ലാവിധ ദൈവാനുഗ്രഹം. എനിക്കൊരു അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു, മോനെ ഞാൻ പോയിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്തായാലും. കാരണം ഇത് നമ്മൾ പറഞ്ഞു, ഞാനൊന്നും ഇതിലേക്ക് വരേണ്ട ഒരാളല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് വലിയൊരു ചാരിറ്റി പ്രവർത്തനമോ കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് കുറച്ച് കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഓരോ ഓർഫനേജുകളിൽ പോയിട്ടൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ നമുക്ക് സ്പോൺസറായിട്ട് കുറച്ച് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ സ്പോൺസർ എന്ന് പറഞ്ഞപ്പോൾ വെളിയിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പണമായിട്ടോ എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ അവരെയും കൊണ്ടുപോയിട്ട് ആ ഒരു ഓർഫനേജിൽ ചെന്നിട്ട് ആ ഒരു ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് ഞങ്ങൾ ഫുഡ് കൊടുത്ത് ഒരു 2-2.5 മണിക്കൂറോളം വരുന്ന കലാപരിപാടികൾ അവിടെ അവതരിപ്പിച്ച് ഞങ്ങൾ
തിരിച്ചു പോരുന്നു. അതാണ് ഞങ്ങൾ ഇതിൽ വെച്ച് തന്നെ മോസ്റ്റായിട്ട് ഒരു ക്ലീൻ ആൻഡ് ഇതായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണത്. ക്ലീൻ ഏരിയയാണ്. അത്ര കാര്യമായിട്ടുമാണ് ഇവിടുത്തെ വരുന്ന ആൾക്കാർ. അവരൊക്കെ നല്ല ബ്ലസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം അവർക്ക് ആരും ഇല്ല എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമില്ല. നമ്മളിവിടെ എത്തി ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചു പോവുക. അങ്ങനെ വേറെ പാസ്റ്റ് മെമ്മറീസിൻ്റെയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പോൾ ബാബു ചെറിയാൻ സാറിന് ആദ്യമായിട്ട് തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇങ്ങനൊരു ഫെസിലിറ്റി ഇവിടെ ഇത് കൊണ്ടു നടക്കുന്നതിന്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ 1 ഇയറിൻ്റെ ലൈഫിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയ ഒരു സ്ഥലമായിരുന്നു കൂടപ്പുഴയിലെ അനുഗ്രഹസദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. വളരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പോയി കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണത്. അതായത് ജനിതകമായിട്ട് വരുന്ന ഒരു അസുഖമാണ് സെറിബ്രൽ പൾസി എന്ന് പറയുന്നത്. അതായത് ജനിക്കുന്ന സമയത്ത് ഒരു സെൻസ് ഇല്ല, അങ്ങനത്തെ ഒരു ആൾക്കാർ ഉറക്കമില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു 7 മണിക്ക് മുന്നേ പ്രോഗ്രാം തീർക്കണം. 7 മണിക്ക് മുന്നേ പ്രോഗ്രാം തീർത്ത് കഴിഞ്ഞാലാണ് അവർക്ക് പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ കൊടുത്ത് അവരെ ഇറക്കി ഉറക്കണം. അപ്പോൾ നമ്മൾ ആരെങ്കിലും അടുത്തുള്ള ആൾക്കാരാണ്. നമുക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവിടെ പോയി നമ്മളത് അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മളെത്ര ബ്ലസ്ഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. നമ്മളെത്ര ബ്ലസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യുണ്ട്, കാലുണ്ട്, നമുക്കൊരു ചിന്താശേഷിയുണ്ട്. നന്നായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാം എന്നുള്ളൊരു ബോധ്യം. നമുക്കൊരു ഫാമിലി ഉണ്ട്, ചെറുതാണെങ്കിലും ഒരു വീടുണ്ട്. നമ്മൾ ചിന്തിക്കുക നമുക്ക് എത്രമാത്രം കഴിവുകളാണ് അല്ലെങ്കിൽ എന്തുമാത്രം ബ്ലസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ കാണുമ്പോഴാണ്. അപ്പം നമുക്കിപ്പോൾ ഫൈനാൻഷ്യലി നമുക്കിപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പം പലർക്കും സാധിക്കില്ല. മ്യൂസിക്കില് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു പരിപാടിയിൽ വരാനും ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു. ഈ പരിപാടിക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ വേറെ പരിപാടിയായിട്ട് പോയേക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ ഉണ്ടാകാൻ സാധ്യത കുറവാട്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ വന്നത് അവിടെ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഞാൻ ഓടി വന്നത് വൈഫ് ഉദ്ഘാടനം ചെയ്യാൻ വന്നെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ വന്നു വല്ല തലകറങ്ങി വീണ എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന് ഒന്നാമതേ ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ വന്നാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കുള്ളൂ. അപ്പൊ അത് ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇത്രയും പ്രഷർ ഉണ്ടായിട്ട് അവരോട് പറഞ്ഞ് ഞാൻ ഇപ്പൊ തന്നെ പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞ് പോകുന്നത് തന്നെ ഈ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം ഓർത്തിട്ടാണ്. ഒരു വാക്ക് സംസാരിച്ചാൽ പിന്നെ കരഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുള്ളൂ. അത് അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഒരാളാണ്. കാരണം ഇത് എന്റെ കൂടെ ഇങ്ങനെ നടന്ന് കണ്ട് ശീലമുള്ളതാണ്. പക്ഷെ ഞാൻ ഇത്രയും കയറ്റം കയറി ഒരു മല കയറി ഇവിടെ വന്നത് ശരിക്കും പറയുന്നത് സ്വർഗത്തിലെ വന്നത്. കാരണം ഞങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്ത് ഇതുപോലെ കയറി ഇറങ്ങി നടക്കുന്ന ഒരാൾക്കാരെ ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ ആൾക്കാരാണ്. പക്ഷെ ഇത്രയും ഹൈജീനിക് ആയിട്ട് ഇത്രയും വൃത്തിയായിട്ട് ഒരു സ്ഥാപനം ഞാൻ ആദ്യമായിട്ട് കാണണം. മറ്റുള്ള സ്ഥലങ്ങളിൽ വൃത്തിയില്ലായ്മയോ അല്ല അവരെ തരം താഴ്ത്തി പറയുകയോ അല്ല ചെയ്ത് അവരുടെ സ്ഥലത്തിന്റെ പരിമിതി അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ അംഗങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ പറ്റായിക വരും. അതൊക്കെ കൊണ്ട് ഒരിക്കലും അത് താഴ്ത്തി കെട്ടി പറഞ്ഞല്ല. പക്ഷെ ഇത്ര നീറ്റായിട്ട് ഒരു സ്ഥാപനം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സന്തോഷം. എന്തായാലും ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും നമ്മളെല്ലാവരും പറയും ഈ ഒരു സമൂഹത്തിൽ നമുക്ക് ആരുമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവരുത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തുണയായിട്ടുള്ള ആൾക്കാരാണ് ഈ വേദിയിലിരിക്കുന്ന ബാബു സാർ അടക്കം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് തന്നെ ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ഞാൻ കാണുവാൻ സാറേ. ഞാൻ ഈ സിനിമയിൽ വന്നിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട് നീ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ സിനിമയിൽ വന്നുകൊണ്ട് ഏറ്റവും സന്തോഷിക്കുന്നത് എന്റെ അച്ഛനെ അമ്മയും അതുപോലെ തന്നെ വൈഫിന്റെ അമ്മ വൈഫിന്റെ അച്ഛനെയൊക്കെ എറണാകുളത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കിട്ടുക. ഒരു മക്കൾക്ക് വരെ 10 മക്കൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ഞങ്ങൾ 10 മക്കളാണ് എന്റെ വീട്ടിൽ. ഞാനും എന്റെ
സഹോദരങ്ങളടക്കം 10 മക്കൾ. ഓരോ വർഷം സ്കൂളിലേക്ക് ഓരോ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൽ ചോദിക്കും, എന്താ തങ്കപ്പോ ഇത് കഴിഞ്ഞിലേക്ക് ചോദിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ എന്റെ ഫാമിലി. ആ ഒരു കൂട്ടായ്മ ഇപ്പോഴും ഞങ്ങൾ നിലനിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മളെപ്പോഴും പറയും, എങ്ങനെയുണ്ട് ജീവിതം, എങ്ങനെ പോകുന്നു? ഞാൻ വൈഫും കുട്ടികളൊക്കെ സുഖം. ഒരിക്കലും എന്റെ അടുത്ത വീട്ടിലൊരു ഫാമിലി സുഖമായിട്ടിരിക്കുന്നുണ്ടോ നമ്മൾ എത്തി നോക്കാറില്ല. ബ്ലഡ് നടന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ കാറ്ററിംഗ് തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി എല്ലാ സ്ഥലത്തോട്ടും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിനിമയിലുള്ള പല ആൾക്കാരും തന്നെ പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിലായിരുന്നു, ആ കുഞ്ഞിന്റെ പേരിൽ ചടങ്ങ് എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ, അല്ലെ ഇവരുടെ അടുത്ത് കുറച്ചു നേരം ചെലവഴിക്കുമ്പോഴാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി പോകുമ്പോഴത്തേക്കാണെങ്കിലും എന്റെ സ്വന്തം ബന്ധുവിന്റെ വീട്ടിൽ കയറിയില്ല, ഇനി ചാലക്കുടിയിൽ എനിക്കൊരു ബന്ധുവിന്റെ വീടുണ്ടെങ്കിലും ഞാൻ അവിടെ കയറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കയറും. ഏറ്റവും കൂടുതൽ ബന്ധുക്കളെ ഞാൻ ഇവിടെ കാണണം. അതുപോലെ എല്ലാ സ്ഥലത്തിലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കുറെ ബന്ധുക്കളും സ്വന്തക്കാരും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവും. ഇവരെന്നും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. നിങ്ങളൊക്കെ ഓർത്ത് ഞാൻ എന്തായാലും തമാശ പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് തമാശ പറഞ്ഞാൽ എല്ലാവരും പരിപാടി കാണാൻ വേണ്ടി കാത്തിരിക്കുകയെന്ന് അറിയാം. നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുക. സാധാരണ ഒരു പരിപാടി സത്യത്തിൽ നിന്ന് അപ്പൊ തന്നെ തിരിച്ചു പോകും. ഇന്ന് പോണില്ല. ഇവിടെ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു പരിപാടി മനസ്സിലൂടെ നമുക്ക് വിരിയ. അതെന്തായാലും ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കാൻ മറന്നുപോയതല്ല, ചിലപ്പോൾ വാക്ക് പറയാനൊക്കെയായിരിക്കും. ഇനി നടക്കുന്ന പരിപാടി എന്റെ വൈഫ് രശ്മി ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. പല സ്ഥാപനങ്ങളിൽ നമ്മൾ ചെന്ന് ഇതുപോലെ പറയുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരുപാട് ആശംസകൾ പറയും. അടുത്ത വർഷം ഇതിന് ഗംഭീരമാവട്ടെ സ്ഥാപനം. ഒരിക്കലും ഈ ഒരു സ്ഥാപനത്തിന് ഞാൻ ആശംസ പറയില്ല. കാരണം ഇത് ആളിങ്ങോട്ട് വരാതിരിക്കട്ടെ, ഉള്ളവർ ഭംഗിയായിട്ട് കൊണ്ടുപോട്ടെ. ഒരിക്കലും അടുത്ത ഒരാളും കൂടി ഇങ്ങോട്ട് വരാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ മക്കളും മരുമക്കളും എല്ലാവരും, കാരണം ഈ പ്രായത്തിൽ ഇവരുള്ള എന്റെ ഈ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇവർ കേൾക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കേൾവിക്കാരനാവണം. അച്ഛൻ അമ്മയെ കേൾക്കുക, അമ്മ അച്ഛനെ കേൾക്കുക, മക്കൾ അമ്മയെ കേൾക്കുക, അമ്മ മക്കളെ കേൾക്കുക. ഇപ്പൊ നമ്മുടെ വീടിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പ്രശ്നമുള്ളൂ. നമ്മളൊരു ലോഡ്ജ് സിസ്റ്റത്തിൽ വീട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 3 മുറിയിൽ നിന്ന് 3 പേര് എനിക്ക് വരും, ഹലോ ഇന്നലെ കണ്ടില്ല, അവിടെ പോയി വൈകി പോയാ, ഓക്കെ ഞാൻ കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞ് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അപ്പോഴും കയ്യിൽ ഫോൺ ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഓക്കെ വൈകിട്ട് കാണാം, ജോലിക്ക് പോയിട്ട് വരാം, നേരെ പോകും. ഇതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ നടന്നിട്ടിരിക്കുകയെ നമ്മുടെ വീട്ടിൽ ഒരു 5-10 മിനിറ്റ് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു വീടും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വീടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹം നിലനിർത്താൻ പറ്റുള്ളൂ. കുട്ടികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ജനന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. എന്ത് എപ്പോ എങ്ങനെ എന്ന് ഒന്നും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ഈ ചിരിച്ച മുഖമായിട്ട് ഇനിയും ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ സന്തോഷം ഒന്ന് ചിരിക്കുകയോ കയ്യടിയൊക്കെ ചെയ്ത് കുഴപ്പമില്ല. നന്നായിട്ട് കയ്യടിച്ചമാര്, നന്നായിട്ട് കയ്യടിക്കുന്നവർക്ക് അമേരിക്ക കണ്ടുപിടിച്ചോണ്ടിരിക്കുക നല്ല സൗന്ദര്യം വർദ്ധിക്കുമെന്നാ പറയുന്നത്. ഈ അമ്മമാർക്കെല്ലാം വന്ന് പറഞ്ഞ് സാറിന്റെ പേര് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെയാ? നമ്മുടെ പ്രോഗ്രാമിന്റെ ലിസ്റ്റിൽ സാറിന്റെ പേരുണ്ട് കേട്ടോ. എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. സാറിന് ഇഷ്ടമുള്ളത് പറഞ്ഞത് പറഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഭാര്യമാരുടെ സഭാകമ്പം സാരിപുരത്തിന് മാത്രമല്ല, എനിക്കുണ്ടൊരു ചെറിയ ഭാര്യ ഇതുപോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്. സഭാകമ്പം അത്രയധികം കൂടുതലുള്ള ഒരാളാണ്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ പള്ളിയിൽ അവിടെ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച പാസ്റ്ററുടെ മെസ്സേജിനിടയ്ക്ക്, അപ്പൊ പാസ്റ്ററുള്ള ഈ ഫെസിലിറ്റി വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫെസിലിറ്റിയെ കുറിച്ചൊക്കെ പാസ്റ്റർ ഈ മെസ്സേജിനിടയ്ക്ക് സംസാരിക്കും. അപ്പൊ ഞങ്ങളോട് 2 പേരോടും പാസ്റ്ററുടെ കൂടെ സ്റ്റേജിൽ കയറണമെന്ന് പറഞ്ഞു. എന്റെ വൈഫിന്റെ പേര് ലവ്ലിയാണ്. ലവ്ലി എന്നേരം പറഞ്ഞു, പാസ്റ്ററെ 2 കാര്യം നടക്കും. ഒന്നുമില്ലെങ്കിൽ ഞാൻ അവിടെ കയറും, ഞാൻ തലകറങ്ങി വീഴും. ഇല്ലെങ്കിൽ എന്നെ അവിടെ കയറ്റാതിരിക്കുക. ഇതിൽ ഏതാ വേണ്ടത് പാസ്റ്റർക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പാസ്റ്ററിനോട് ഒരു തീരുമാനം എടുത്തില്ല, അവരെ കയറ്റണ്ട. അപ്പോ ഭാര്യമാരുടെ സഭാകമ്പം അത്രേ ഉള്ളൂ. വെളിയിൽ അത് തന്നെ. ഏതായാലും നിങ്ങളെല്ലാവരെയും ചിരിക്കുന്ന സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു മുഖത്തോടെ കാണുവാനായിട്ട് സാധിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സ്ഥാപനത്തിന്റെ ശുചിത്വത്തെ കുറിച്ച് എല്ലാവരും തന്നെ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഏറ്റവും, എനിക്കും എന്റെ വൈഫ് പ്രത്യേകിച്ച് ഏറ്റവും നിർബന്ധമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളിവിടെ വരുന്ന ഒരു അപ്പച്ചനെയും അമ്മച്ചയും ഒരു ഇൻമേറ്റ് എന്ന് വിളിക്കാറില്ല. സാധാരണ നമ്മുടെ കേരളത്തില് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇൻമേറ്റ്, അല്ലെ? ഞങ്ങൾ അവിടെ കേട്ട് പഠിച്ചിട്ടുള്ളത് ഇൻമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ഒരാളാണ്.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ആ വാക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട. അവരും ഇവിടുത്തെ ജന്മികളാ ശരിക്കും മലയാളത്തില്. ഞങ്ങളിവിടെ അവരെ റെസിഡൻസ് എന്ന് വിളിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്, അവരുടെ വീടാണ്. ഈ വീട്ടിലെ അച്ഛന്മാരും അമ്മമാരുമാണ് അവരെ സംരക്ഷിക്കാനും അവരെ ഈ ഫെസിലിറ്റി ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനും ഈ സ്റ്റാഫ് ഇവിടെ കാണിക്കുന്ന ആ ഒരു എന്താ പറയുന്നത്, കൃത്യമായിട്ട് മലയാളമാക്കാൻ എനിക്ക് അറിയത്തില്ല, അവരുടെ ആ ഒരു സേവനം അത് സ്തുത്യർഹമാണ്. അവരുടെ ആ ഒരു സേവനം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഞാനിപ്പോ നമ്മുടെ സായി സാറിനോട് പറയും, എന്റെ ജോലിയാണ് ഇവിടെ ഏറ്റവും എളുപ്പമാണ്. കാരണം ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ ജോലി എനിക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരാണ്. ഈ അമ്മച്ചിമാരെ അപ്പച്ചമാരെ നോക്കുന്നത്, ഈ ഫെസിലിറ്റി ഇങ്ങനെ ഭംഗിയായിട്ട് കീപ്പ് ചെയ്യുന്നത്, ഇവർക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതെല്ലാം സ്റ്റാഫിന്റെ കഴിവാണിത്. അതിനായിട്ട് ഞാൻ സ്റ്റാഫിനെ കൊടുത്ത് അവരെ കയ്യിൽ അർപ്പിക്കുന്നവരാണ്. അതെ, ഞാന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മദർ തെരേസ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ? മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾക്ക് ഓരോരുത്തർക്കും ചെറിയ കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ മനുഷ്യനും തീരുമാനമെടുക്കുമ്പോ ദൈവം അതിനോട് കൂടെ ഉണ്ടാവും. അതിൽ നിന്നാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങള്, ഇതുപോലെ മനസ്സുള്ള മനുഷ്യർ, എനിക്ക് അത്ര വലിയ മനസ്സൊന്നും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുന്ന അനേകര് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോ നമുക്ക് ഹൃദയത്തിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അറിയിക്കുകയാണ്. ഈ അടുത്ത പ്രോഗ്രാമിലേക്ക് നോക്കിക്കാണ്. താങ്ക് യു. അവരെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന തിരുവേലിലെ മറ്റ് അധികാരികളായിട്ടുള്ളവരെ, ഈ സമൂഹത്തിലൂടെ ആയിരിക്കുന്ന മറ്റുള്ള വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും ഒരു വലിയ ദൈവാനുഗ്രഹം നേരുകയാണ്. നിങ്ങളെല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇഷ്ടമുള്ള ഒരു ദൈവവചനം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് യേശയ്യാ പ്രവചനം 58-ാം അധ്യായം 10-ാം തിരുവചനമാണ്. അത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിൽ പറയാം. മലയാളത്തിൽ എന്റെ ട്രാൻസ്ലേഷൻ എനിക്ക് എന്തോ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. If you offer your food to the hungry and satisfy the needs of the afflicted, your light shall rise in your darkness, and your doom will be like the noonday. അതിങ്ങനെയാണ്, നിന്റെ ഭക്ഷണം വിശക്കുന്നവരുമായി പങ്കുവയ്ക്കുകയും. അപ്പോ ഞാൻ കുറേശ്ശെയായിട്ട് പറയാം, എല്ലാവരും പറഞ്ഞു പഠിക്കാറില്ല. നമ്മൾ പലപ്പോഴും വില്ലേജിൽ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്ഥലം ഇത്ര വളരെ മനോഹരമായിട്ടൊക്കെ ഇട്ടിരിക്കുന്നതിൽ ഒത്തിരി അഭിമാനിക്കുന്ന സന്തോഷിക്കുന്നു. പക്ഷെ നമ്മുടെയൊക്കെ ഓർഫനേജുകളിൽ ഇങ്ങനെ ഇടാൻ സാധിക്കാത്തതിന്റെ ഒരു കാരണം നമ്മുടെ സമൂഹത്തിന്റെ ഒരു മനോഭാവമാണ്. നമുക്ക് മിച്ചം വരുന്നതാണ് അപരന് കൊടുക്കുക. പക്ഷെ ദൈവവചനം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭക്ഷണം വിശക്കുന്നവനുമായി പങ്കുവയ്ക്കാൻ. അങ്ങനെ പങ്കുവയ്ക്കുമ്പോഴാണ് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായ. നമ്മുടെയൊക്കെ അലമാരകളിൽ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ അതിനെയൊക്കെ ഞാൻ കാണുക ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഞാൻ വിശ്വസിക്കുക ദൈവവും അങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം അപരന് കൊടുക്കുമ്പോഴാണ് അത് പങ്കുവെപ്പാകുക. എനിക്ക് വേണ്ടാത്തത് അപരന് കൊടുക്കുമ്പോൾ അതിലൊരു പങ്കുവെപ്പ്. പക്ഷെ എന്റേത്, എനിക്ക് വിലയുള്ളത്, അത് പകർത്തു നൽകുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഷെയറിംഗ് ആകുക, പങ്കുവെപ്പാകുക, ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകുക. സംതൃപ്തി ചെയ്താൽ നിന്റെ വെളിച്ചം നിന്റെ അന്ധകാരത്തിലൂടെ. ദൈവമാണ് നമ്മുടെ വെളിച്ചം. നമ്മുടെ അന്ധകാരങ്ങളിൽ ദൈവത്തിന്റെ പ്രകാശം വരും. നമ്മുടെ ഇരുണ്ട വേളകള് മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി ഉണ്ടാകും. നനച്ചു വളർത്തി പൂന്തോട്ടവും വറ്റാത്ത നീരുറവും പോലെയാകും. ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയും എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു.
DJM ചാരിറ്റി മ്യൂസിക് ടീമിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കോർഡിനേറ്റർ DJM മ്യൂസിക് ടീം ശ്രീ ജസ്മിൻ ജോർജ്, അതുപോലെ ഉദ്ഘാടകവും നിർവഹിച്ച ഇതിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് 5 വർഷമായി. നമുക്കറിയാം പിന്നുവൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വേദിയില് പറഞ്ഞു കഴിഞ്ഞു, സ്വർഗത്തിന് തുല്യമായ ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നമ്മുടെ സാർ പറഞ്ഞു, ബാബുച്ചേരി സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ മാതാപിതാക്കളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത്. ഇതുപോലെ തന്നെ ഇത്രയും സംരക്ഷണം നൽകുന്ന ഒരു സ്ഥലം നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഇല്ലെന്ന് തന്നെ പറയാം. അതുപോലെ ഇവിടെ വരുന്ന എല്ലാവരെയും നല്ല രീതിയിൽ ഇവിടെയുള്ള അച്ഛനമ്മമാരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും പരിപോഷിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമുക്ക് അച്ഛനമ്മമാരുണ്ട്, അവരെ എത്തരത്തിലാണ് അവരെ പരിചരിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ഒരു വീട്ടിലെ കാര്യങ്ങൾ എടുത്തുമ്പോൾ നമുക്കറിയാം കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. ഇപ്പോഴത്തെ കാലങ്ങളിലെ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വഴി എങ്കിലും ഇവിടെയുള്ള അച്ഛനമ്മമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗതുല്യമായി അവരുടെ അന്ത്യം വരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു പോരുന്നു. ഇപ്പോ ഈ DJM വിശിഷ്ടാതിഥികളുടെ വേദി, പ്രിയപ്പെട്ട ഞങ്ങളുടെ അപ്പച്ചനമ്മമാര് അടങ്ങുന്ന നാട്ടിലെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാര്, മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രൗഢമായ സദസ്സിന് നന്ദി പറയുന്നു. ഇങ്ങനെ DJM മ്യൂസിക്കിന്റെ പ്രോഗ്രാം കഴിഞ്ഞ വർഷം ഇവിടെ നടന്നിരുന്നു. വളരെ ഭംഗിയായിട്ട് അവരിവിടെ വരികയും ചെയ്യുകയും ചെയ്തു. ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നടത്തുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സജു നവോദയയുടെ ഭാര്യ രശ്മി സഹോദരിയാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒത്തിരി സന്തോഷമായിട്ട് ഞങ്ങൾ ചോദിച്ചു, സായിച്ചേട്ടൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പം നല്ല നല്ല തിരക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ചലച്ചിത്ര താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു സെന്ററിൽ പോയി കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കാര്യമായ മെച്ചമൊന്നുമില്ല. അവർക്ക് അതേസമയം ഏതെങ്കിലും ഉദ്ഘാടനമോ മറ്റു കാര്യങ്ങളും പോയാൽ, പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന നമ്മളിൽ ഒരാളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്ത് പെട്ടെന്ന് പോവാം, ഇത് കഴിഞ്ഞേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ നന്മ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം വീട് വിറ്റിട്ട് വേറൊരാൾക്ക് വീട് വെച്ചു കൊടുക്കേണ്ട കടം വീട്ടേണ്ട അവസ്ഥയിൽ ആ മനസ്സ് ഒരുപക്ഷെ അതിന്റെ ഒരു 10 മനസ്സ് എനിക്കില്ല. അതിനേക്കാൾ അദ്ദേഹത്തെക്കാളൊക്കെ എത്രയോ സ്വാർത്ഥന ഞാൻ ചിന്തിക്കുകയാണ്. അത്രയും നല്ല സുമനസ്സുള്ള 2 പേരെ നമ്മുടെ ഇന്നിവിടെ അവരുടെ സാന്നിധ്യം കൊണ്ട് അവരനുഗ്രഹിച്ചതിന് ഈശ്വരൻ അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് ഉണ്ണൂര് പാടിയിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്നവന്റെ വേദന അറിയാത്തവൻ എങ്ങനെ ഈശ്വരനെ കാണാനൊക്കും എന്നാണ് ചോദ്യം. അതുപോലെ ഇവിടെ ഒരാൾ പ്രസംഗിച്ച് പറഞ്ഞു, ബഹുമാനപ്പെട്ട അച്ഛനാ പറഞ്ഞത്, നമുക്ക് മിച്ചം വരുന്നത് കൊടുക്കാൻ പറ്റിയ ഒരു വേസ്റ്റ് ബിൻ പോലെയുള്ള സ്ഥലമായി അനാഥ മന്ദിരങ്ങളെ ആളുകൾ കാണുന്നത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചില ശുചിത്വത്തിന്റെ കാര്യത്തിലൊക്കെ ചില പോരായ്മകൾ കാണുന്നത്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ തന്നെ ഞങ്ങളെ വൃത്തിയായിട്ട് ഇടണം. ഇവിടുത്തെ അച്ഛനമ്മമാരെ എങ്ങനെ നോക്കണം, എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടതെന്ന് ഇതിന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന ശ്രീ ബാബു ചെറിയാൻ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്. നമ്മുടെ അച്ഛനെ അമ്മയെ എങ്ങനെ നോക്കണം, നമ്മുടെ അച്ഛനമ്മയ്ക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ചായ കൊടുക്കുന്നത്, എങ്ങനെയായിരിക്കും അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, അവർക്ക് എങ്ങനെയായിരിക്കണം പരിചരണം കൊടുക്കുന്നത്, ആ ലെവലിൽ വേണം നമ്മൾ ചിന്തിക്കാൻ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. അതാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ള ആ വിഷൻ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. ഞങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഈ ദേശത്ത് ചാരിറ്റി തുടങ്ങിയ വൃത്തിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന, ശരിക്കും പറഞ്ഞ ത്യാഗമനോഭാവത്തോടെ അത് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട സ്മൈൽ വില്ലേജ്, അതുപോലെ ആകാശപ്പുറവിലാണ് ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന അമ്മമ്മയുടെ ആ സ്ഥാപനത്തിന്റെ ആളുകള്, അവരൊക്കെ ഞങ്ങളെക്കാൾ മുന്നേ തുടങ്ങിയവരും ഞങ്ങളെക്കാൾ
ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവർ, ഞങ്ങൾ ഇച്ചിരി കംഫർട്ട് സോൺ നിൽക്കുന്ന ഞങ്ങളുടെ ചിന്ത, അവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ചില പോരായ്മകളുടെ കാരണം ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ വന്ന് ഇത്രയും ഇതൊക്കെ കണ്ടിച്ചല്ലേ പറയാം, നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഒരു നേരത്തെ ഫുഡ് ചിലപ്പോൾ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നത്, ഇവർക്ക് അവർക്ക് എന്തിനാ പൈസ, അവർക്ക് ഇഷ്ടം പോലെ പൈസ. എന്തുകൊണ്ടാണ് അവർ പറയാൻ കാര്യം? നീറ്റായ വസ്ത്രമോ നല്ല ഭക്ഷണമോ നല്ല രീതിയിൽ കാണുന്നത് കണ്ടിട്ട്, അപ്പോൾ അത് ലഭിക്കപ്പെടേണ്ട ആൾ അതിന് അനർഹനാണ് എന്നുള്ളതല്ലേ അതിനകത്തെ ധ്വനി. അല്ലെങ്കിൽ ഇത്തിരി സാമ്പത്തിക ഞെരുക്കമുള്ള ആളോ രോഗമുള്ള ആളോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒത്തിരി താഴ്ന്ന അവസ്ഥയിലായിരുന്നവരോ, അനാഥരം എന്നൊക്കെ പറയാം, അനാഥരം എന്നുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിക്കത്തില്ല. ഇവരെല്ലാം ഞങ്ങളുടെ ജന്മികളാണ്. ഇവിടെ സ്റ്റാഫ് വരുമ്പോൾ ഞങ്ങള് പറയുന്നത്, നിങ്ങൾക്കൊരു ജോലിയല്ല ഞങ്ങൾ തരുന്നത്, ഇതിനോട് പാഷനുള്ള ആൾക്ക് ജോലി കൊടുക്കുക. ജോലിക്കാരെ അല്ല എടുക്കുന്നത്, പാഷനുള്ള ആളിന് ജോലി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇവർക്ക് അച്ഛനമ്മമാരോട് ആ സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കാനൊക്കെ. അവൻ നീറ്റായിട്ട് കൊടുത്താൽ, വൃത്തിയായിട്ടൊക്കെ ചെയ്താൽ ഇവർ ഇതിനൊന്നും അർഹനൊന്നും അല്ല. ഇവർക്ക് ചളുങ്ങിയ പാത്രത്തിൽ ചോറ് കൊടുത്താൽ മതി എന്നല്ലേ അതിന്റെ അർത്ഥം. അതെ, നല്ല നല്ല ബെസ്റ്റ് പാത്രത്തിൽ നല്ലതായിട്ട് വിളമ്പുമ്പോൾ, അല്ലെങ്കിൽ നല്ല ആഹാരം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ റെസ്പെക്റ്റോട് നമ്മൾ അവരെ പരിചരിക്കുമ്പോൾ അവരെ അത്രയൊന്നും അർഹമില്ല. അത് കൊടുക്കുന്നത് ലക്ഷറിയസ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം അപ്പുറത്തുണ്ട്. നേരെ തിരിച്ച് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ പിതാവിനോ മാതാവിനോ എങ്ങനെ കൊടുക്കുക, എങ്ങനെ അവരെ ബഹുമാനിക്കുന്നു, അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ സ്റ്റാഫിനെ എടുക്കുന്ന പോലും. എന്തായാലും ഞങ്ങൾക്ക് മുൻഗാമികളായിട്ടുള്ള ഇവിടെ പരിസരത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ പോവുകയും അവരുമായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് അവരിൽ നിന്ന് പഠിക്കാനൊക്കെ ഉണ്ട്. അവരുടെ സ്മൈൽ വില്ലേജിലും അമ്മമഠത്തിലും ആകാശപ്പറവിലൊക്കെ ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ട സഹായവും നിങ്ങളുടെ ഉപദേശമൊക്കെ നിങ്ങൾ തരണം. ഇവിടെ കടന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഞങ്ങളുടെ സാറന്മാരാ ഇത് ഓർഗനൈസ് ചെയ്യാൻ, പിന്നെ ജസ്റ്റിനും അവരുടെ കൂടെ കൂടി എല്ലാവരും കൂടെ ചേർന്നാണ് ഇവിടെ തെരഞ്ഞെടുത്തതിനകത്ത് ഞങ്ങൾക്ക് ഒത്തിരി നന്ദി. കാരണം ഇത് റിമോട്ട് ഏറിയയിൽ 45 അച്ഛനമ്മമാരും 16 സ്റ്റാഫുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്തോട്ട് ഞങ്ങളെ തേടി വന്ന് ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുകയും ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ ദൈവം ഇതിനെല്ലാം നിങ്ങൾക്ക് ഈ തലമുറ മാത്രമല്ല അടുത്ത തലമുറയിൽ പ്രതിഫലം തരട്ടെ. അതിനുള്ളൊരു വാക്ക് ഞാൻ കോട്ട് ചെയ്യുക, ബാബർ എന്നെ പഠിപ്പിച്ചതാണ്. എളിയവനോട് കരുണ കാണിക്കുന്നവന്, എളിയവനെ ആദരിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കും. എളിയവനായ മനുഷ്യനോട് ആദരവ് കാണിക്കുന്ന ദൈവത്തിന് വായ്പ കൊടുക്കുക. അതുപോലെ ഈ ചാരിറ്റി അല്ലെങ്കിൽ ഓർഫനേജ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളില് ഇത്രയും ഉത്സുകത കാണിക്കുന്ന ഈ ദമ്പതികളെ, ഇവരുടെ അനുഗ്രഹത്തിന്റെ ഒരു വലിയ സ്റ്റെപ്പാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരെ വീണ്ടും ദൈവം ഈ സാജു ബ്രദറിനെ അല്ലെങ്കിൽ ലക്ഷ്മി സഹോദരിയെ ഒക്കെ ഇതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് അവരെ പിന്നെ ആയിരിക്കട്ടെന്ന് പിന്നെ ഞങ്ങൾ ആശംസിക്കുക. കാരണം അവര് പറഞ്ഞാൽ അതിനകത്ത് കാര്യമുണ്ട്. അവര് ചെയ്തേച്ചാ പറയുന്നത്, വല്ലവരുടെയും കഥ പറയല്ല, അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ചെയ്തിട്ടാ പറയുന്നത്. അപ്പൊ അതിനൊരു ജീവനുണ്ടാകും ആ പ്രവർത്തിക്ക്. ആ കൂട്ടത്തിൽ അവരെ ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് അവരെ ബ്ലസ് ചെയ്തുകൊണ്ട് കടന്നു വന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും, പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, സഹോദരന്മാര്, ആ ചേട്ടനൊക്കെ അവിടെ നിന്ന് ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും. നന്ദിയുണ്ട് ചേട്ടാ, താങ്ക് യു. എന്റെ എല്ലാവരും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത പരിപാടികളിലേക്ക് നിങ്ങൾ അക്ഷമരായിട്ടിരിക്കുകയാണെന്ന് അറിയാം. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പരിശോധിച്ച് അവർ കറക്റ്റായിട്ട് എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് ഇനിയും എങ്ങനെ പോണ്ടേ, എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഞങ്ങൾ തുടർന്ന് ഈ പ്രവൃത്തി കൊണ്ട് നമുക്ക് എല്ലാവരും സഹകരണം ഉണ്ടാവണം. പിന്നെ നീട്ടുന്നില്ല, ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. கண்மணி உன்னை நான் கருத்தில் நினைத்தேன், உனக்கே உயிரானே என்னாலும் என்னை நீ மறவாதே. நீ இல்லாமல் எது நிம்மதி, நீ தானே என் சந்நிதி. கண்ணே கலைமானே கன்னிமயிலென கண்டேன் உன்னை நானே.
அம்மாவை வணங்காத உயர்வில்லையே நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றை வேறொன்று ஏது அம்மா என்றழைக்காத உயிரில்லையே அம்மாவை வணங்காத உயர்வில்லையே மாறி மகமாய் திருக்கோயில் தெய்வங்கள் நீதானம்மா அன்னைக்கு அன்றாடம் அபிஷேகம் அலங்காரம் குறுகின்ற சிறு தொன்றன் நான் தானம்மா பொருளோடு புகழ் வேண்டும் மகனல்ல தாயே உன் அருள் வேண்டும் எனக்கென்றும் அது போதுமே அடுத்திங்கு பிறப்பொன்று அமைதாலும் நான் உந்தன் மகனாக பிறக்கின்ற வரம் வேண்டுமே அதனே தருவாயே அம்மா என்றழைக்காத உயிரில்லையே அம்மாவை வணங்காத உயர்வில்லையே ஆடு அறிவேனம்மா ஈரேடு ஜென்மங்கள் எடுத்தாலும் முளைத்தாலும் உனக்கெங்க நான் பட்ட கடம் தீருமா உன்னாலே പിറന്നേ കലാകാരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടൻ കലാഭവൻ മണിച്ചേട്ടനാണ്. ചാലക്കുടിയുടെ സ്വത്താണ്. ആ മണിച്ചേട്ടനെ കുറിച്ച് ഒരു ദിവസത്തിൽ ഈ ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഒരാളെങ്കിലും സംസാരിക്കാതിരിക്കില്ല. അത്രയും വലിയൊരു കലാകാരനാണ്. അപ്പം ഞങ്ങൾ മണിച്ചേട്ടൻ്റെ പാട്ടാണ് പാടാൻ പോകണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഒന്ന് കൈയടിച്ചോളാം, ഞങ്ങളുടെ ഒപ്പം കൂടിക്കൊള്ളാം കേട്ടോ. അവരൊക്കെ പാട്ടുകാരാ, ഞങ്ങൾ പാട് വിടാൻ വന്നേക്കണവരാ. ഇത് മുരളി ചാലക്കുടിയുടെ കലാകാരനാണ്. ഇപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ വിളിച്ചു വരുത്തിയതാണ്. അത്യാവശ്യമായിട്ടൊന്ന് മുരളി വന്നം അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി പാട്ട് പാടിക്കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ വിളിച്ചിട്ട് വന്നേക്കാണ് മുരളി. അപ്പം മുരളിക്ക് നല്ലൊരു കൈ കൊടുത്തേ. കൈയടിക്കാൻ പറയുമ്പോൾ കടുക് പറക്കുവാണ്. ഓക്കെ റെഡി, താങ്ക് യു. ആ ഓക്കെ, അപ്പോൾ ഡാൻസ് കളിക്കണം. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് ഇങ്ങോട്ട് പോരെ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എന്റെ പുന്നാരെ എന്നെയും ഓർത്തിടണേ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ. കുഞ്ഞുങ്ങള് ചെറുപ്പത്തിലല്ലടിയത്തെ കുഞ്ഞേലെ നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലെ നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞുങ്ങള് ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലെ നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലെ നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞുങ്ങൾ
മുടങ്ങണമെങ്കിലടി ഇടി മുടങ്ങണമെങ്കിലടി പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കണ്ണു പിടിച്ച് എന്നെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ എന്നെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ ആ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കണ്ണു പിടിച്ച് എന്നെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ ആ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോണെന്ന് നീ പണി ചെയ്തു കല്യാണ കുട്ടികളല്ലട വേല ഇതാ കല്യാണ കുട്ടികളല്ലട വേല ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കല്ല് കുടിച്ച് എന്നെ മോളെ കട്ടത്തിലാക്കല വേലായോ എന്നെ മോളെ കട്ടത്തിലാക്കല വേലായിതാ മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാടിക്കുന്ന കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാടിക്കുന്ന കടന്നോരും കുറ്റാത്താകെ നിർത്തുന്നേ നിറമാനം മെല്ലെ ഇരുത്തുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാടിക്കുന്ന കടന്നോരും കുറ്റാത്താകെ നിർത്തുന്നേ നിറമാനം മെല്ലെ ഇരുത്തുന്നേ ആവതാവാരോ പിടിച്ചല്ലോ ആവതാവാരോ പറക്കണല്ലോ ബെല്ലടിച്ചു കഴിഞ്ഞാൽ 1, 2, 3 പ്രാവശ്യം വിളിച്ചാലും എടുക്കില്ല. പക്ഷെ എന്നെ പോലെയുള്ള എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ കാര്യമാണ്. എൻ്റെ എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഷാജേട്ടൻ ഓക്കെ റെഡി മണി കണ്ടീഷനാണ്. ആ നന്മയുള്ള മനസ്സിന് നമുക്ക് കുറ്റിക്കാടുകാർ നല്ലൊരു കൈയടി കൊടുത്ത് എല്ലാവരോട് ചേർന്നുകൊണ്ട് ചേച്ചിയും വന്നിട്ടുണ്ട്. ഒരു കുടുംബാംഗം പോലെയാണ്. മോൾക്ക് A+, 10ാം ക്ലാസ്സിൽ A+ കിട്ടിയിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് വന്ന് മോൾക്ക് ഒരു വാച്ച് കൊണ്ട് കൊടുത്ത ഷാജാനാണ്. ഒരു കയ്യടി നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കാം. അല്ല, എന്തായാലും മുരളി ഇത്രയും നേരം എന്നെ കുറിച്ച് ഇങ്ങനെ വാദവരാതെ സംസാരിച്ചില്ലേ, അപ്പൊ 2 പാട്ട് കഴിഞ്ഞിട്ട് ഒരു പാട്ട് കൂടി പാട്ടിട്ട് വിട്ടാൽ മതി നമുക്ക്. പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലായി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ല കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. തളിരും കുളിരും ആവോളം കൂടുന്നോ മരം തിരികെ കൊണ്ടാടുമോ പിന്നാലെ
സകല ത്യാഗ ഉത്സുക മനോഭാവത്തിനും നന്ദി പറയുന്നു. അടുത്ത വർഷവും ഇതിനേക്കാളും നന്നായിട്ട് ഞങ്ങളോട് ചേർന്ന് തന്നെ പരിപാടി നടത്താൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പാടി നല്ല നല്ല പാട്ടുപാടി ഡമോനൊക്കെ നല്ല ഡാൻസ് കളിച്ചു, കുഞ്ഞുങ്ങളൊക്കെ വന്ന് വൃത്തിയായിട്ട് ചെയ്തു. ഒത്തിരി നന്ദിയുണ്ട്. ഈ അപ്പച്ചന്മാരുടെയും അമ്മച്ചമാരുടെയും പേരിൽ, പിന്നോൽ ഫൗണ്ടേഷൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ വിശിഷ്ടാതിഥികളായി വന്ന എല്ലാവരെയും ഓർക്കുന്നു. ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. അവരെല്ലാവരും ഇതുമായിട്ട് ബന്ധമുള്ള ആത്മബന്ധമുള്ള ആൾക്കാരാണ് വന്നത്. അതിലുപരി ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, അയൽവക്കക്കാർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുകയും ചെയ്തതിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്ത് തന്നവർക്ക്, അതുപോലെ ഈ സ്റ്റേജ് അറേഞ്ച് ചെയ്തവർക്ക്, പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ KSCBയിലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരെയും ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ.